Hello friends, Sonal Sajith YouTube channel സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ സ്ലൈം ആണ്. അപ്പോൾ ഈ ഒരു സ്ലൈമിൽ ബോറാക്സ് യൂസ് ചെയ്തില്ല, പക്ഷേ വേറൊരു സാധനം യൂസ് ചെയ്യുന്നു. അതെന്ന് വെച്ചാൽ റേറ്റും കുറവാണ്, അതേപോലെ തന്നെ നമുക്ക് ഓഫ്ലൈൻ ഈസി ആയിട്ട് വാങ്ങാനും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ അധികം പറഞ്ഞ് ലാഗ് ആക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സ്ലൈം ആക്ടിവേറ്റർ ഉണ്ടാക്കാം. അതിനായി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബൗളിൻ്റെ മുക്കാൽ ഭാഗം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം, അതായത് അപ്പക്കാരം. നമുക്കിത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയാണ് അപ്പക്കാരം എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു അപ്പക്കാരം ഫുള്ളായിട്ട് ഡിസോൾവ് ആവുന്ന വരെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പക്കാരം ഇപ്പോൾ നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം, അതായത് ബോറിക് ആസിഡാണ്. ബൊറാക്സിന് പകരം യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ബോറിക് ആസിഡ്. ഇത് നമുക്ക് അധികം മെഡിക്കൽ ഷോപ്പിലും വാങ്ങാൻ കിട്ടും. അതേപോലെ തന്നെ റേറ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപയെ വില വരുന്നുള്ളൂ. ഇത് 20 ഗ്രാമാണ്. അതേപോലെ തന്നെ 20 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. അപ്പം ബൊറാക്സ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബോറിക് ആസിഡ് നമുക്ക് ഈസി ആയിട്ട് വാങ്ങാനും കിട്ടും. അതേപോലെ തന്നെ റേറ്റും നല്ല രീതിയിൽ കുറവാണ്. അപ്പം ബൊറാക്സിൻ്റെ അതേ എഫിഷ്യൻസി തന്നെ നമുക്ക് ഈ ഒരു ബോറിക് ആസിഡിലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്ലൈം നല്ല രീതിയിൽ സംഭവം വർക്കാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു സൊല്യൂഷനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു പൗഡർ ഫോമിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്, ബൊറാക്സ് പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബോറിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കയ്യിൽ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ, അതായത് ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ ആഡ് ചെയ്യുമ്പം ഇതിൻ്റെ പവർ കുറയും. അതിനുശേഷം യൂസ് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ, അതായത് ഈ ഒരു പൗഡർ ഫോമിൽ നമ്മൾ സൂക്ഷിക്കണം. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബോറിക് ആസിഡും ഇവിടെ നല്ല രീതിയിൽ ഡിസോൾവ് ആയി കിട്ടി. അപ്പോൾ ഇതോടെ തന്നെ നമ്മളെ സ്ലൈം ആക്ടിവേറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സ്ലൈം ആക്കുന്ന പ്രൊസീജിയറിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് നമ്മളെ സ്ലൈം ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഈ ഒരു ഗ്ലൂ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഗ്ലൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സാധാ വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്ന വെള്ളത്തിനനുസരിച്ചാണ് ഈ ഒരു സ്ലൈമിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവുക. അതായത് നമ്മൾ അധികം ഒഴിച്ച് കഴിഞ്ഞാൽ സ്ലൈം കുറച്ച് ലൂസായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അധികം ലൂസ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. ഞാൻ രണ്ടാമത്തെ സ്ലൈമിൽ കുറച്ച് ലൂസാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കളർ ഓപ്ഷനിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ബ്ലൂ അക്രിലിക് കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ കളർ ഇപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സ്ലൈം ആക്ടിവേറ്റർ ഇതിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഒരു സ്പൂണാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ യൂസ് ചെയ്യുമ്പം തന്നെ ഇത് നല്ല രീതിയിൽ സ്ലൈം ആവേണ്ട ടെൻഡൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ സംഭവം സ്ലൈമായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 സ്പൂണും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സംഭവം നല്ല രീതിയിൽ സ്ലൈമായി വരുന്നുണ്ട്. സൈഡിൽ പറ്റി പിടിക്കുന്നതിന് പെട്ടെന്ന് തന്നെ റിമൂവായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സസൈറ്റ് കുറച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് മറിച്ച് കളയാം. ഇനി ഇത് നമ്മളെ കൈനെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളം പോയി കിട്ടും.
നമുക്കിത് നല്ല രീതിയിലൊന്ന് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈം നല്ല രീതിയിൽ തന്നെ ഇതേപോലെ വലിച്ചു കൊടുക്കും. അന്നേരം ഇതേപോലെ കട്ടാവും, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നിൽക്കും, എന്നാൽ മാത്രമേ നമ്മൾ സ്ലൈം നല്ല രീതിയിൽ കിട്ടൂ. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ലൈം നല്ല രീതിയിൽ തന്നെ സ്ട്രെച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ 4 ഭാഗത്തു നിന്ന് സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോറിക് ആസിഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലൊന്നും പറ്റുന്നൊന്നുമില്ല, ഒരു രീതിയിലൊന്നും കയ്യിൽ പറ്റുന്നില്ല. നല്ല സിമ്പിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെ ഞാൻ വേറെ കളറിൽ ഒരു സ്ലൈം കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടിയില്ല ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. നമുക്കത് ഇനി അടുത്ത വീഡിയോ കാണാം. Over the edge, feel like I'm floating through